ഞാനേ ജില്ലാ കളക്ടറാ. ഓ അതെ, ജില്ലാ മജിസ്ട്രേറ്റ് ആയാലും ചുണയുള്ള ഭർത്താവിന് മുന്നിൽ അവൾ എന്നും ഭാര്യ തന്നെ കേട്ടാ. എന്ന് വെച്ചാ അവന്റെ മക്കളെ പ്രസവിച്ച് വളർത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ശരി. അതെ, അപ്പൊ മനസ്സിൽ ഇതൊക്കെയാണല്ലേ? വല്ലപ്പോഴും ഭാര്യയെ നല്ല സുഹൃത്തായി കാണണമെന്നാ പറയാ. എന്റെ മോളെ എങ്ങനെ കണ്ടാലും സർവേശ്വരൻ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിനാന്നറിയോ? അറിയോ? ഭർത്താവ് പറയുന്ന അനുസരിച്ച് അവന്റെ ചൊൽപ്പിടിക്കൊക്കെ ഇങ്ങനെ നിന്ന് അവനെങ്ങനെ സ്നേഹിച്ച് കുടുംബം നിലനിർത്തി കൊണ്ടുപോവാ. അതന്നെയാ. അതിനു വേണ്ടിട്ടാ സ്ത്രീക്ക് ക്ഷമയും എന്തും സഹിക്കാനുള്ള സഹനശക്തിയും ദൈവം കൊടുത്തിരിക്കണേ. അതൊക്കെ പണ്ടത്തെ സ്ത്രീ സങ്കല്പം. ഇന്നങ്ങനല്ല. ഇന്നേ സ്ത്രീ പുരുഷനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്നു വരുന്നു. പുരുഷനെ ശാസിക്കുന്നു. പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ പല കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീ തന്റെ സാന്നിധ്യം അറിയിക്കുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്ന വേദാന്തമൊന്നും ഇപ്പോഴത്തെ സ്ത്രീകളെടുത്ത് ചെലവാവില്ല മോനെ. ഓഹോ, അതെ, തെങ്ങില് വരെ സ്ത്രീകൾ കയറി തുടങ്ങി. പിന്നെ ബഹിരാകാശ യാത്ര, അതും മാസങ്ങളോളം അവിടെ. എന്തൊക്കെ ഉദാഹരണങ്ങൾ വേണം? ഒന്നും വേണ്ട, സമ്മതിച്ചു. ഇനി അതും പറഞ്ഞിട്ട് എന്റെ തലയിൽ കയറണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. അതെ, ശരിക്കും ഞാൻ പറഞ്ഞു വന്നതേ, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യയ്ക്ക് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭർത്താവ് തന്നെ വേണമെന്നാണ് ഭഗവതി പറയുന്നേ. എന്നല്ലേ സമത്വം ഉണ്ടാവുള്ളൂ, അല്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവാം. ഞാനൊരു കൈ നോക്കട്ടെ. പത്മനാഭന്റെ കാശ് എനിക്കും കിട്ടുമോ? മനസ്സിലായില്ല. എടോ, പത്മനാഭന്റെ കാശ്, അതായത് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന പണി എനിക്കും കിട്ടുമോന്ന് നോക്കട്ടേന്ന്. ഓ, പിന്നെ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ മതി. അതിനൊക്കെ കുറെ കടമ്പകളുണ്ട് മോനെ. ആ കടമകളൊക്കെ ഞാൻ ചാടി കിടക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ മോളെ. കേട്ടാ? അതിലെന്തോ ഉണ്ടല്ലോ. പരവേഷ്ണേട്ടാ, എന്തോ മനസ്സിൽ കണ്ടോണ്ടാണല്ലോ ഈ സംസാരിക്കുന്നത് മുഴുവൻ. ഒരു ചെറിയ ചൂണ്ട ഞാൻ എറിഞ്ഞിട്ടിട്ട് തന്നെ സംസാരിക്കണേ കേട്ടാ. അത് കിട്ടിയാലുണ്ടല്ലോ ഈ വിഷ്ണു ഒരു കലക്ക് കലക്കന്റെ മോളെ. അതെന്താന്ന് പറ, ഞാനും കൂടെ അറിയട്ടെ മോനെ. അത് സസ്പെൻസ്. ശേഷം വെള്ളിത്തിരി വരട്ടെ മോളെ. അതൊന്ന് പറഞ്ഞിട്ട് പോ മാഷേ. അത് ശരി. അപ്പം മോൻ പോയിട്ടും മോശമായ? അപ്പൊ ഗ്രേഡ് കൂടി. അതെ, പണ്ടത്തെ നോവൽ എഴുത്തുകാരൊക്കെ ചെയ്യുന്ന പോലെ ഗംഭീര ട്വിസ്റ്റ് കൊണ്ടേ എത്തിച്ചിട്ട് എഴുതി കാണിക്കില്ലേ? തുടരും. അത് തന്നെ മോളെ തൽക്കാലം ചെയ്യണേ. തുടരും. ശേഷം നാളെ. ഇങ്ങോട്ട് മാറിക്കണേ. അതുവരെ ഓർത്തിരിക്കാനേ. ഇതിരിക്കട്ടെ. ബൈ 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 ബൈ. ഇനി രാത്രി സ്വപ്നത്തിൽ വരാട്ടാ. അതെ, അപ്പഴും പറയില്ല അല്ലേ? അത് സസ്പെൻസാന്ന് പറഞ്ഞല്ലോ. കളക്ടർ ഈ രാത്രി മുഴുവൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും കേട്ടാ.